മഹാത്മാഗാന്ധി 1947 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2-3 മാസം കഴിഞ്ഞിട്ടാണല്ലോ നവംബർ 12-ാം തീയതി ആദ്യമായിട്ടൊരു റേഡിയോ പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, വേണമെങ്കിൽ അത് ആദ്യവും അവസാനവും എന്ന് പറയാം, ആകെ ഒരു തവണ മാത്രമേ മഹാത്മജി റേഡിയോ നിലയത്തിൽ വന്ന് പ്രഭാഷണം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മിക്കവാറും സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ വളരെ ദിനംപ്രതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കാം അത്. പക്ഷേ അന്ന് ഇതിനൊരു പ്രത്യേക ആവശ്യം, പ്രത്യേക ഒരു അനിവാര്യത വന്നതുകൊണ്ടാണ് മഹാത്മജി ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോയി, ആകാശവാണി ഭവനിൽ പോയി അവിടെ നിന്ന് ഒരു പ്രക്ഷേപണം, ഒരു പ്രാർത്ഥനാ യോഗം പോലെ ചേർന്ന് അവിടുന്ന് ഒരു പ്രക്ഷേപണം നടത്തുകയാണ് ചെയ്തത്. അത് പ്രധാനമായിട്ട് വേണ്ടി വന്നത് ഹരിയാനയിലെ കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2 ലക്ഷത്തോളം അഭയാർത്ഥികൾ, നമ്മുടെ വിഭജനത്തെ തുടർന്ന് അഭയാർത്ഥികൾ എന്ന് വേണം പറയാം, റിഫ്യൂജീസ് എന്ന് പറയാം നമുക്ക്, കുറേ ആൾക്കാർ ഇന്ത്യയിൽ പാകിസ്ഥാനിലുള്ള ആ സമയത്തുള്ള വിഭജനത്തെ തുടർന്നുള്ള 2 ലക്ഷത്തോളം ആളുകൾ കുരുക്ഷേത്രയിൽ മഹാത്മജിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ മഹാത്മജിക്ക് ഡൽഹിയിൽ നിന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഈ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് അതിനൊരു പോംവഴിയായിട്ടാണ് ആകാശവാണിയിലെ അതായത് മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ച് അവിടെ എത്തിക്കാമെന്നുള്ളത്. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ആ സമയത്ത്.